അപ്പോൾ ഈ ഒരു യാത്ര മസൂറിയിലേക്കാണ്. മഹേശ്വരൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ ദിവസമാണിത്. ആദ്യത്തെ ദിവസം ഹരിദ്വാർ, ഋഷികേശ് ഒക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഋഷികേശാണ് സ്റ്റേ ചെയ്തത്. ഇനി നമുക്ക് കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറിയിലെ കുറേ കാഴ്ചകൾ കാണാം. അങ്ങനെ ഋഷികേശിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മസൂറിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന റൂർക്കിയിൽ നിന്നും സാധാരണ പോകുന്ന റൂട്ടിൽ പോവുകയാണെങ്കിൽ മസൂറിലേക്ക് 110 കിലോമീറ്ററാണ് വരുന്നത്. എന്നാൽ ഋഷികേശിൽ നിന്നും പോകുമ്പോൾ വെറും 70 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ ഞാൻ മസൂറിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ റോഡിൽ തന്നെയാണ് ഡെറാഡൂണിലെ എയർപോർട്ടായ ജോളി ഗ്രാൻഡ് എയർപോർട്ടും വരുന്നത്. എന്താ റോഡ്, അത് അടിപൊളി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ഋഷികേശിൽ നേരെ മസൂറിലേക്ക് പോയതാണ്. ഇത് വേറൊരു റൂട്ടാണ്, നമ്മളിതുവരെ പോകാത്ത റൂട്ടാണ്. അടിപൊളി റോഡ് കേട്ടോ. ഫുള്ള് ഹെയർപിന്നും പിന്നെ മൊത്തം കാടാണ്. ഓക്കെ, ഇരുണ്ട അവസ്ഥ, വെയിൽ പോലും വെക്കാത്ത കാട്, കൊടുങ്കാട്, ഘോര വനം. സ്ഥലം നോക്കിയാൽ മാറി ഒരു വൈബ്, എന്ത് പറയാൻ നോക്കണം. ഫുള്ള് ഒരേ നല്ല യൂണിഫോമായിട്ട് ഒരു നട്ടുപിടിപ്പിച്ച പോലെ ഉണ്ട് കേട്ടോ. പ്രകൃതി രമണി. ഡെറാഡൂൺ എയർപോർട്ട് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി റോഡല്ലേ, സെൻട്രൽ പറഞ്ഞ സ്റ്റഡി സൂപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിപൊളി റോഡ്. വ്യൂ നോക്കിയേ, ഏതാ വ്യൂ അല്ലേ. ഡെറാഡൂൺ സിറ്റിയാണ് നാല് കാണുന്നത്. സ്ഥലമല്ലേ, ഏതാ വ്യൂ വേണ്ട. നമ്മളെ തെളിച്ചുണ്ടല്ലേ. നമ്മൾ അന്ന് വന്ന സമയത്ത് മേശല്ല, ഭയങ്കര ഫോഗിയായിരുന്നു. അതൊക്കെ ഉണ്ട സൂപ്പറല്ലേ. നമ്മൾ ഏകദേശം കയറി മുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 15 കിലോമീറ്റർ ഉണ്ട് മസൂറി. വഴിക്ക് ഇത് കണ്ടേരത്ത് അങ്ങനെ നിർത്തിയതാണ്. ഹോട്ടൽ വണ്ടി വെച്ചിട്ടുണ്ട്. ഒറ്റ ബാഗേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത് കുറച്ച് 2 ദിവസത്തേക്കുള്ള ബസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മാപ്പ് വിടുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ചായ കുടിച്ചിട്ട് സമയം 1 മണിയായി. പിന്നെ ഉറങ്ങി എണീക്കാൻ ലേറ്റായി. 10-11 മണിക്കാണ് എണീച്ചിന് വാട് കയറി. ഓക്കെ, 2 മണിയാവട്ടെ. 15 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നല്ല ട്രാഫിക് ആയിരിക്കും, കാരണം ശനിയാഴ്ചയാണ്. എല്ലാ ആൾക്കാരും എന്താ പോകുന്നത്. ഇപ്പം വണ്ടി മാത്രമേ ഉള്ളൂ, നല്ല ഇറക്കായിരിക്കും. നമ്മൾ കയറി മുകളിലെത്തി. അടിപൊളി വ്യൂ കണ്ടു തുടങ്ങിയിട്ടാ. മഹേശ്വരൻ്റെ അതിശാണ് ഇത്ര നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ടോയെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അവിടെ നിന്ന് കണ്ടു തുടങ്ങി. മൊത്തം കോടയാണ് മുകളിൽ. നമ്മളതിൻ്റെ മുകളിലെത്തണം. ഇതൊരു 10-12 കിലോമീറ്റർ കിട്ടും. നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ അന്നേ വന്ന സമയത്ത് നിർത്തിയ സ്ഥലമാണ്. കുറേ ആൾക്കാരത് അവിടെ നമ്മൾ ഫാമിലി ട്രിപ്പിൽ ഇതേ സ്ഥലത്താണ് നിർത്തിയത്. മഴയ്ക്ക് ചെറിയ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. മഴയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇരുട്ട് വന്നിട്ടുണ്ട്, അറിയില്ല. നല്ല കോടയാണ്, ഒരു മൂടലുണ്ട്, തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്.
എത്ര തവണ വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് മസൂറി. ഏത് സീസണിലും തിരക്കേറിയ സുഖവാസ കേന്ദ്രങ്ങളിലൊന്ന്. ഒരിക്കൽ ഇവിടെ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറുതെയല്ല ബ്രിട്ടീഷുകാരൊക്കെ പണ്ടേ ഇവിടെയൊക്കെ വന്ന് തമ്പടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചതിനും കാടും മലയും വെട്ടി ഇങ്ങോട്ടൊക്കെ റോഡുണ്ടാക്കിയതിനും അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടിപൊളി ഫീലായിരിക്കും മുകളിലെത്തി കഴിഞ്ഞാൽ. നോക്കിയ മുകളിലത്തെ സീൻ. വ്യൂ നോക്കിയ ഇതിലും ഡാർക്ക്, മഴേൻ്റെ ഒരു അവസ്ഥ. ആടാ മാത്രം വെയില്. ഇറങ്ങി സൂപ്പർ വ്യൂ. ട്രാഫിക് ജാം കൊണ്ടുപോയി വീട്ടിൽ നല്ല തിരക്കാണ് കേട്ടോ. ഏകദേശം എത്തി. ഇത് 4 കിലോമീറ്റർ വെച്ച്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് മസൂറി ലേക്കിലേക്കുള്ള ആ ഒരു ഏരിയ. ഇവിടെയാണ് സ്റ്റോപ്പേജ് വരുന്നത്. മൊത്തം ടാക്സി കൂടെ നിർത്തിയിട്ട് ഭയങ്കര ടൈറ്റാണ്. ഇപ്പം താഴേക്ക് പോയാലാണ് ലേക്ക് വരുന്നത്. ഇവിടെ ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. ഈ റൂട്ട് താഴേക്ക് പോയാലാണ് ലേക്ക് വരിക. ഒക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കുന്നിറങ്ങുന്നുണ്ട് കേട്ടോ താഴോട്ട്. ടിക്കറ്റ് എടുക്കണം പോലും. കിത്തനൊക്കെ പോയാ കിത്തനൊക്കെ 24 12 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വരവിന് അതും നടക്കും. പിന്നെ മഹേഷേട്ടനെ സ്ഥലം കാണിച്ചതിൽ ആ ഒരു ഇതുമായി. അതുകൊണ്ടാണ് നമ്മൾ മസൂറി സെലക്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ ഫാമിലിയായിട്ട് വന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും കാറെടുത്ത് പോകാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ പോയില്ല. അപ്പോൾ ആ ഒരു സംഭവം കൂടെ നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഈ ഒരു മസൂറി എൻ്ററിൽ നമ്മൾ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ടുള്ള ഇതിലേക്ക് വരാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് സ്പോട്ടാണ് മസൂറി ലേക്ക്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. താഴെയാണ് ലേക്ക്. ചെറിയൊരു ലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വെള്ളമാണ്. മുകളിൽ നിന്ന് വരുന്ന ഏതോ അരുവിയിൽ നിന്ന് പോകുന്ന വെള്ളമാണ് ഇങ്ങോട്ട് താഴേക്ക് പോകുന്നത്. അവിടെ ഒരു ലേക്ക് പോലെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവിടെയൊക്കെ മറ്റേ സിപ്പ് ലൈനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അതിൻ്റെ പോയിന്റ്. നമുക്ക് താഴോട്ട് പോകണം. കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആകെ ചേട്ടൻ ബാണ്ട് എടുത്തിട്ടാണ് പോകുന്നത്. വെയിറ്റ് ഉണ്ടാ. നമ്മൾ മസൂറി ലേക്ക് എത്തി. ഇതാണ് മസൂറി ലേക്ക്. ചെറിയ ലേക്കാണ്. ആ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ്. നല്ല ആൾക്കാർ വരുന്നത്. ഒരുപാട് ഹോട്ടലും പരിപാടിയും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ആ മെയിനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ബോട്ടിംഗ് ഉണ്ട്. അതൊരു സംഭവമാണ്. അവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ 30 റുപ്യാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. അതുപോലെ സെറ്റപ്പ് സ്ഥലത്താണ് അവർ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല തിരക്കാവും. ജീൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാ നമുക്ക് ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള സംഭവം.
നമ്മൾ നൈനിറ്റാൾ പോയ സമയത്ത് അതുപോലെ ഒരുപാട് പിള്ളേരെ കൊണ്ടൊക്കെ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡൽ. സെയിം കമ്പനി. ഇവിടെ ഒരു 70 സിനിമ ഒരു തിയേറ്റർ ഉണ്ട്. ഒരു VR ടൈപ്പാണെന്ന് തോന്നുന്നു. എല്ലാവരും കാണുന്നത് സാധാരണ. പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതിനകത്തെ സാധനം മറ്റേ M4 വീഡിയോ ഉണ്ടല്ലേ, ടോവിനോ തോമസുമായിട്ട് ആ ഒരു സാധനം വെള്ളത്തിൽ നിന്ന് വാ അതിന് ഓട്ടം കറക്കും. പിള്ളേരുണ്ട് കേട്ടോ പറയണമെങ്കിൽ കുറേ പിള്ളേരുണ്ട് കേട്ടോ ഉള്ളിൽ. അടിപൊളി. വേറെന്തോ അഡ്വഞ്ചർ സംഭവം താഴെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നു. ആ സംഭവം അറിയില്ല. ഇങ്ങോട്ട് എന്ത് വഴിയുണ്ട് തോന്നും. ആൾക്കാർ പോകണ്ട കേട്ടോ. അന്നൊരു അഡ്വഞ്ചർ പാർക്ക് ഒന്നും ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സെറ്റപ്പാണ്. മകേശ്വരൻ അങ്ങനൊന്നും വരുന്നുണ്ട്. ഒരുപാട് സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതാ റോപ്പിൽ അങ്ങ് താഴെ വരെ പോകട്ടാ. അടിപൊളി സംഭവമല്ല. പാരാഗ്ലൈഡിങ് ഉണ്ട് കേട്ടോടാ. അങ്ങ് താഴെ പോയിട്ടാ. അടുത്ത പ്രാവശ്യം ഇതാരെങ്കിലും പറക്കുന്നുണ്ടാവുക, എനിക്കത് പിടിക്കാം. ആൾക്കാർ ഇരുന്ന് നോക്കുന്നുണ്ട്. അങ്ങ് താഴെ പോയിട്ടാ. ഇതാ വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ മറ്റേ വണ്ടിയിൽ ഇതാ സാറിലുണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം തരാറാതെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് അഡ്വഞ്ചർ പരിപാടി ഉണ്ട് കേട്ടോ. ഒന്നുണ്ടോ മോള്? ഇത് എവിടെ എന്തെങ്കിലും സിപ്പ് ലൈൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നിന്നേ വരുന്നതാണ്. അടിപൊളി സംഭവം. ഇവിടെ ഒരു ഊഞ്ഞാലാട്ടുന്ന പരിപാടി ഉണ്ട് ഇതിൻ്റെ താഴെ. പിന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒന്നും ആരും വെയിറ്റിംഗ് ഒന്നും ഇല്ല. ഒരു ടീം ഇപ്പം പോയില്ല, നമ്മൾ ജസ്റ്റ് മിസ്സായി. അങ്ങനെ താഴെ പോയിട്ട് അതുവഴി ഇങ്ങനെ വണ്ടി വഴിയാ എങ്ങനെയാണെന്നറിയില്ല, കയറും റോഡുണ്ട് തോന്നുന്നു. വണ്ടിയിൽ വരാനാണെങ്കിൽ സാധ്യത. അടിപൊളി വ്യൂ അല്ലേ. ചേച്ചിതാ ചേച്ചിയുടെ സൈക്കിളിൽ പോകാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളെല്ലാം ഇവിടുന്ന് വിടലായി. ഒരു അഡ്വഞ്ചർ പരിപാടികളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതിലേക്ക് ഇവിടെ നടന്നു പോകണം. ഒരു പേടിച്ചിട്ടൊന്നും ആടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാളത് അങ്ങനെ പിടിച്ച് കയറി പോകുന്നുണ്ട്. മതി ഇതൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം. അടുത്തുണ്ട്, നല്ല കാണുന്നുണ്ട്. നമ്മൾ ആദ്യം ആ ഒരു ലേക്കിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ മസൂറി സിറ്റിയിലേക്ക് പോകും. പോയിട്ട് റൂം എടുക്കണം. ഓക്കെ, മഴേൻ്റെ ഒരു പ്രതീതി ഉണ്ട്. അതുകൊണ്ട് ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും സ്ഥലം കറങ്ങാൻ പോകണ്ടെങ്കിൽ പോലും. ഇതിപ്പം പോകുന്ന വഴിയായതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയിട്ട് ലേക്കിൻ്റെ അടുത്ത് വന്നേ ഉള്ളൂ. ഓക്കെ, ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് വന്നതാണ്. സെറ്റപ്പ് സ്ഥലം കാണിച്ചതാ. വാ, നമ്മുടെ മഞ്ഞിങ്ങനെ ഒഴിഞ്ഞ് മൂടുന്നുണ്ട്. നോക്കി താഴെ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പോയിൻ്റ് ആളെ. ഒന്ന് ഭയങ്കര പൈസയ്ക്ക് അടിക്കാം. മൊത്തം കോട മഞ്ഞായിരിക്കും. മസൂരി ടോപ്പിലെത്തുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സീനാണ് കിട്ടാ. നല്ല സമയത്ത് എത്തി. നമ്മളങ്ങനെ മസൂരി എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം മഞ്ഞായിട്ടില്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫാമിലി ആയിട്ട് വന്ന സമയത്ത് എടുത്ത ഹോട്ടൽ കാസിൽ വ്യൂ എന്ന് പറഞ്ഞാൽ സെയിം ഹോട്ടലിലാണ് നമ്മൾ റൂം എടുക്കുന്നത്. വേറെ എവിടെയും കിട്ടില്ല. ഇവിടെ തന്നെ 3500 രൂപയാണ് റൂമിന്. പിന്നെ താഴെ നോക്കുമ്പോൾ 6000, 7000, 8000 ആണ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സീസണാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങി. ഇത്രയൊരു ഇരുണ്ട അവസ്ഥയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആ ഒരു ഹിൽ സൈഡൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് നമ്മൾ വീഡിയോ പിടിച്ചാൽ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല, മൊത്തം പോയിട്ടാണ്. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു ബട്ടാ ഫാൾസ് പറഞ്ഞിട്ടൊരു ഫാൾസ് ഉണ്ട്. അവിടെ പോകണമെന്ന് വിചാരിച്ചിന്. പിന്നെ ഗൺഹിൽ പോയിന്റ്, ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എവിടെ പോകാൻ വെച്ചിട്ട് ഒന്നും നടക്കില്ല. നമ്മളിവിടെ എത്താൻ തന്നെ 11 മണിക്ക്. 10 മണിക്ക് അവിടെ നിന്ന് വിട്ടിന്. ഋഷികേശിൽ നിന്ന് 11 മണിക്ക് വിട്ടിട്ട് നമ്മൾ ഉച്ചഭക്ഷണം പോലും കഴിച്ചില്ല. നമ്മൾ ഇവിടെ എത്താൻ 4 മണിയായിന്. മൊത്തം മഞ്ഞായിട്ട് അടിയിൽ ആക്സിഡൻറ്റ്, ടൈറ്റ്, ജാം എന്ന് പറഞ്ഞിട്ട് എത്ര വണ്ടികൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ പോകാൻ എത്രയാന്ന്? ഒരു അരമണിക്കൂർ മിനിമം. 1 കിലോമീറ്ററിന് അരമണിക്കൂർ വെച്ചിട്ട് അവരുടെ സ്ഥലത്ത്
അത്രയും തിരക്കാണ്. വണ്ടികളെ കളിയാട്ടാണ്. എന്നാൽ ശനി ഞായറാകുമ്പോൾ എല്ലാവരും കുറ്റിയും പറിച്ചിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇത് നോക്കണം, ഇപ്പം തന്നെ ഒരു ഇരുട്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം നമ്മളിനി ഇന്നലെയൊന്നും വീഡിയോ പിടുത്തും പരിപാടിയൊന്നും നടക്കുന്നൊന്നുമില്ല. മഹേഷിനടുന്ന് അടിച്ച് ഫോട്ടോ പിടിക്കുന്നത് എന്നാന്ന് ഫുള്ള് വള്ളിയെ കാണുന്നൊന്നും കാണില്ല അങ്ങനെ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നാളെ ഇന്നലെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, നമ്മളെല്ലാം വൈൻഡപ്പ് ചെയ്യാൻ 4 മണി. ഇനിയൊന്നും ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ചുമ്മാ നടക്കും. നല്ല ക്ലൈമറ്റല്ലേ, മഴയില്ല, നല്ല മഞ്ഞായിട്ട് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇനി വീഡിയോ നാളെ ഇനി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. യാതൊരു ഓർഡറും ഇല്ലാതെ അവിടെയും ഇവിടെയും ഒക്കെയായി പെയ്യുന്നതാണെങ്കിലും ഇവിടുത്തെ റെയിനി സീസൺ എന്ന് പറയപ്പെടുന്ന ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെയൊക്കെ എപ്പോഴും നിങ്ങളീ കാണുന്ന പോലെ വെള്ളപൂശിയ അവസ്ഥയായിരിക്കും. അധികം വിസിബിലിറ്റി ഒന്നുമില്ലാത്ത മങ്ങിയ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടുത്തെ കുന്നുകളുടെയും മലകളുടെയും ഒക്കെ ഭംഗി അത്ര കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മസൂറിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ ലാൻഡോർ എന്ന മറ്റൊരു സ്പോട്ടിലേക്കാണ്. ഓർക്കുക, സച്ചിനെയും ധോനിയും പോലുള്ളവരൊക്കെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ വരുന്ന സ്ഥലം. അപ്പോൾ ലാൻഡോറിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം.